ഹായ് ഫ്രണ്ട്സ്, ഇന്നേ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മാലയാണ് കേട്ടോ കാണിക്കുന്നത്. ഞാനിത് അത്യാവശ്യം ഒന്ന് രണ്ട് തവണ എൻ്റെ കുട്ടികൾക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. അതല്ലാതെ ഒന്ന് രണ്ട് ഓർഡേഴ്സ് വന്നിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുമുണ്ട്. ഇതുണ്ടാക്കാൻ വേണ്ടത് ഗിയർ വയർ, ഗിയർ ലോക്ക്, പേള്, ഹോൾ സ്റ്റോണ്, പിന്നെ ജങ്കറിങ്ങും മാലയുടെ കൊളുത്തും ചെയിനും, അതായത് പിന്നിൽ കൊടുക്കുന്ന ചെയിനുമാണ് വേണ്ടത്. ചെയിൻ ഇല്ലാത്തവർക്ക് ബാക്ക് ത്രെഡും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗിയർ വയറിലേക്ക് ജങ്കറിങ് ഇട്ടിട്ട് രണ്ട് ഭാഗത്തും പേൾസ് ഇട്ട് കൊടുക്കുക. അതായത് ഞാൻ 5 പേൾസ് വീതം 10 പേൾസ് ഇത് ഇങ്ങനെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സെൻറ്ററിൽ ജങ്കറിങ് ഇട്ടിട്ടുണ്ട്. രണ്ട് ഭാഗത്തും 5 വെച്ച് 10 പേൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഹോൾ സ്റ്റോൺ ഇട്ട് കൊടുക്കുക. ഹോൾ സ്റ്റോൺ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഹോൾ സ്റ്റോണിൻ്റെ ഉള്ളിലേക്ക് കടത്തുമ്പോൾ രണ്ട് ഗിയർ വയറും രണ്ട് ഭാഗത്തും വേറെ വേറെ ഹോൾസിൽ കൂടെ ഇടണം. അതുപോലെ രണ്ടും വേറെ വേറെ ഹോൾസിൽ കൂടെ തന്നെ പുറത്തേക്കും എടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഹോൾ സ്റ്റോൺ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുക. അതിനുശേഷം വീണ്ടും പേൾസ് ഇട്ട് കൊടുക്കുക. ഞാൻ ടോട്ടൽ ഇവിടെ 5 ഹോൾ സ്റ്റോണാണ് എടുത്തിട്ടുള്ളത്. അതിൽ 4 ഒരേപോലെയും സെൻറ്ററിൽ വെക്കുന്ന ഹോൾ സ്റ്റോൺ കുറച്ച് വ്യത്യാസം വരുന്നത് പോലെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനുശേഷം ഞാൻ വീണ്ടും ഹോൾ സ്റ്റോണിന് ശേഷം വീണ്ടും പേൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 10 പേൾസും അതിൻ്റെ ഇടയിൽ ഹോൾ സ്റ്റോണും വെച്ച് ഇത് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഗിയർ വയർ നൂലിലും നമുക്കിത് ചെയ്തെടുക്കാം. പക്ഷേ നൂലിനേക്കാൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് ഇത് നിൽക്കുക നമ്മളുടെ ഗിയർ വയറിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഗിയർ വയർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഗിയർ ലോക്ക് എന്ന് പറയുമ്പോൾ നൂലാകുമ്പോൾ നമ്മൾ കെട്ടിയാലും പെട്ടെന്ന് അഴിഞ്ഞു പോകാനോ അല്ലെങ്കിൽ പൊട്ടി പോകാനോ ഒക്കെ ചാൻസ് കൂടുതലാണ്. ഗിയർ ലോക്ക് ആകുമ്പോൾ അഴിഞ്ഞു പോരില്ല, അത് ടൈറ്റായി അവിടെ നിന്നോളും. ഗിയർ വയർ ആകുമ്പോൾ പെട്ടെന്ന് പൊട്ടിയും പോകില്ല. ഇങ്ങനെ 5 കോർത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഗിയർ ലോക്ക് ഇടുകയാണ്. ആദ്യം ഗിയർ ലോക്ക് ഇടുക, പിന്നെ ജങ്കറിങ് ഇട്ടിട്ട് ജങ്കറിങ്ങിൻ്റെ പുറത്തൂടെ എടുത്തിട്ട് വീണ്ടും രണ്ട് അതായത് ഗിയർ വയറിൻ്റെ രണ്ട് ഭാഗവും ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ ടൈറ്റ് ചെയ്ത് എടുക്കുക. നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് എടുത്തിട്ട് നോസ് പ്ലെയർ വെച്ചിട്ട് നമ്മുടെ ഗിയർ ലോക്ക് നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അത് അഴിഞ്ഞു വരെയൊന്നുമില്ല, അഴിഞ്ഞു വരെ പൊട്ടിപ്പോവുകയൊന്നും ചെയ്യില്ല. വളരെ ടൈറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ. അതിനുശേഷം ഞാൻ ആ ഗിയർ വയർ എക്സ്ട്രാ വന്ന ഭാഗം കട്ട് ചെയ്ത് കളയും. അതിനുശേഷം അതിലേക്ക് ഞാൻ ചെയിന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. ബാക്ക് ത്രെഡ് വേണ്ടവർക്ക് ബാക്ക് ത്രെഡ് യൂസ് ചെയ്യാം. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ചെയിനാണ്, അതുകൊണ്ട് ഞാൻ ചെയിൻ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ചെയിൻ യൂസ് ചെയ്താൽ കുറച്ചുകൂടി ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയിനും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചെയിനിലേക്ക് കുളത്തുകൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാലയുടെ ലുക്ക് കംപ്ലീറ്റ് ആവും കേട്ടോ. ഇതിൻ്റെ തന്നെ നമുക്ക് ഇയറിങ്സും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ രണ്ടും കൂടി സെറ്റായിട്ട് ഇത് അത്യാവശ്യം നന്നായി പോകുന്ന ഒരു ഐറ്റമാണ് എനിക്ക് കേട്ടോ. എല്ലാവരും ഡ്രസ്സിന് മാച്ചായിട്ട് എന്നോട് കസ്റ്റമൈസ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളുമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.